ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്ലീസ് മാഡം, പ്ലീസ്. കുഴപ്പമില്ല, പിന്നീട് സമയമുള്ളപ്പോ നമുക്ക് വിശദമായിട്ട് കാണാം. എന്നെ അത്രയും സ്നേഹിക്കുന്ന ഒരു കുട്ടിയല്ലേ. എന്നാ ഞാനേ മാഡത്തിനോട് ഒരു സെൽഫി എടുത്തോട്ടെ. മാഡം പ്ലീസ്, മാഡം പ്ലീസ്. ഇതൊക്കെ നേരിടേണ്ട ആള് രാധികയാ. അവള് നല്ല ധൈര്യത്തിലാ. ഇതിനെ കുറിച്ചൊക്കെ അവൾ എപ്പോഴും സംസാരിക്കാറില്ലേ? നീ ഇങ്ങനെ ഓരോ ടെൻഷൻ കാണിച്ച് അവളുടെ മനസ്സ് കെടുത്താതിരുന്നാ മതി. അത് പിള്ളേര് നോക്കിക്കോളൂന്നേ. അവര് നോക്കിക്കോളും, ആ ധൈര്യം എനിക്കുണ്ട്. വേറെ ഒന്നുമല്ല എടുത്തി, അവള് ജീവിതത്തിലെ ഓരോ പടി കയറുമ്പോഴും എന്തെന്നില്ലാത്തൊരു പേടിയാ. ഞാൻ ജീവിതത്തിൽ കണ്ടു തീർത്ത കാഴ്ചകളൊന്നും അവള് കാണല്ലേ എന്നുള്ള പ്രാർത്ഥനയാ. കണിമംഗലത്ത് ഒരു പട തന്നെ ഉണ്ട്. അവളുടെ കൈപിടിക്കാൻ വരുണുണ്ട്. എന്ത് സംരക്ഷണം കൊടുക്കാൻ ശ്യാമയും ഉണ്ട്. പിന്നെ ആര് തൊടാനാ രാധികെ? അല്ല, ഈ വേഷത്തന്നെ ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചോ? ആരെങ്കിലും വന്ന് കണ്ട പ്രശ്നമാണേ. അയ്യോ, ഇവിടെ പ്രത്യേകിച്ച് ആര് വരാനാ? മോൾ എന്തായാലും പോയില്ലേ. ഞാൻ കുറച്ചു നേരം ഇവിടെ കാറ്റും കൊണ്ടിരിക്കട്ടെ. നല്ല കാറ്റുണ്ട് ഇവിടെ. ശരി, എന്നാ പിന്നെ ഞാൻ ശല്യം ചെയ്യുന്നില്ല. ആ അതെ ശ്യാമേ, വരുണോടും രാധികയോടും ഒരു യാത്ര പോകണമെങ്കിൽ പോവാൻ പറഞ്ഞില്ലേ? അത് ശ്യാമ എന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. മോൾക്ക് അമ്മയുടെ വക ഒരു പ്രസന്റ് ആയിക്കോട്ടെ. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എടുത്തി. അവർക്ക് പോകാൻ താല്പര്യം എവിടെയാണെന്ന് ചോദിക്കാം. അത് കഴിഞ്ഞ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഓക്കെ, ഇരുന്നോ. മാഡം, ശ്യാമ മാഡം അല്ലേ?
ആ ശ്യാമ മേഡത്തിന് ശ്യാമ മേഡത്തിന് ഇവിടെ ഒട്ടും പ്രതീക്ഷയില്ല. ഫിദെ ശ്യാമയും നല്ല സുഹൃത്തുക്കളാണല്ലോ. ശ്യാമ ഫിദയെ കാണാൻ വന്നതാ. ഇവിടെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ കച്ചേരി ഉണ്ടായിരുന്നു. അത് ശരി. ഞാനേ ഇതുവരെ മേഡത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ കണ്ടപ്പം എന്താ പറയേണ്ടെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ശ്യാമ ഫിദ പറയാറുള്ള കുട്ടിയില്ലേ രാധിക, രാധികയുടെ ഭർത്താവാ. ഓ ഉം. രാധിക ശ്യാമ മേഡത്തിന്റെ വലിയ ഫാനാ. അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ശ്യാമ മേഡത്തിനെ നേരിട്ടൊന്ന് കാണുക എന്നുള്ളത് മാത്രമാണ്. അല്ല, രാധിക ഇങ്ങോട്ട് വന്നിരുന്നില്ലേ? അപ്പൊ അയാള് ശ്യാമ മേഡത്തിനെ കണ്ടോ? ഇല്ല വരുൺ, രാധിക പോയതിനു ശേഷം ശ്യാമ വന്നത്. എന്നിട്ട് എന്താ മാഡം അയാളൊന്ന് തിരിച്ചു വിളിക്കായിരുന്നില്ലേ? കണ്ടിരുന്നെങ്കിൽ അയാള് സന്തോഷം കൊണ്ടങ്ങ് തുള്ളി ചാടിയാനേ. മാഡം ഞാനേ ഒന്ന് രാധിയെ വിളിക്കട്ടെ. അല്ല അയ്യോ വരുൺ, ഉം. ശ്യാമ മേഡത്തിന് അതിനൊന്നുള്ള സമയമില്ല. വണ്ടി വരുന്നുണ്ട്, പോകാൻ റെഡിയായിരിക്കോ? അയ്യോ മാഡം ഒരു പ്ലീസ് ഒരു 5 മിനിറ്റ്. അല്ല ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ രാധിയെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാം. പ്ലീസ് മാഡം പ്ലീസ്. കുഴപ്പമില്ല, പിന്നീട് സമയമുള്ളപ്പോ നമുക്ക് വിശദമായിട്ട് കാണാം. എന്നെ അത്രയും സ്നേഹിക്കുന്ന ഒരു കുട്ടിയല്ലേ. എന്നാ ഞാനേ മാഡത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ. ആ മാഡം പ്ലീസ് മാഡം പ്ലീസ്. താങ്ക് യു മാഡം, താങ്ക് യു. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ഫോട്ടോസ് എടുക്കും. ആക്ച്വലി ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ആയിരക്കണക്കിന് ഫോട്ടോസ് എടുക്കുന്നതിനുള്ളിൽ ചിലപ്പോൾ ഒരു ഫോട്ടോ ആയിരിക്കും നമുക്ക് അതിൽ ഭംഗിയായിട്ട് തോന്നിക്കുന്നത്, അല്ലേ? എന്നാ അതെ, എന്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഫോട്ടോകളിൽ ദേ ഇവിടെ വെച്ച് ഇപ്പൊ എടുത്ത മേഡത്തിന്റെ കൂടെയുള്ള ഈ ഫോട്ടോ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. വരുൺ, ശ്യാമ മേഡത്തിന് ഫ്രഷ് ആവണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഒട്ടും സമയമില്ല. വരൂ മേഡം.